ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പ്ലാനറ്റ് ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു പ്രൊജക്റ്റായിട്ടുള്ള മാവേലിക്കര അറുന്നൂറ്റിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് 22 സെൻറ്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഈ വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്. വീട് എന്നുള്ളൊരു സ്വപ്നമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നല്ലൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനറെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വർക്ക് ഈ നിരണത്ത് നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിയാണ് നമുക്ക് പ്ലാനറ്റ് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊജക്റ്റിലേക്ക് ഞാൻ വരാമെന്നുള്ളതിൻ്റെ കാര്യം തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്നുള്ള റെഫറൻസിലൂടെ തന്നെയാണ്. അത് ഇവിടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഉള്ളത് ഒരു പുളിക്കീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊച്ചുമോൻ, ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട് കണ്ട് അതിലൂടെ തന്നെ വന്നതാണ് ഈ പ്രൊജക്റ്റിലേക്ക്. അപ്പം എല്ലാ തവണയും പറയാറുള്ളത് കൊണ്ട് ക്ലയൻറ്റ് പറയാറുള്ളത് ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പം വൈഫിന് ഇപ്പം സിംഗിൾ ഫ്ലോറിനോട് കുറച്ചുകൂടെ താല്പര്യം വന്നു. അങ്ങനെ ഇത് സിംഗിൾ ഫ്ലോർ കൺസെപ്റ്റിലേക്ക് പോവുകയായിരുന്നു. അനുഭവമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. നമുക്ക് ഇവിടെ നല്ലൊരു വീട് പണിയാം എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടുകയും ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് വീട് ഞങ്ങൾ മെയിനായിട്ട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഒരു നീളമുള്ള വരാന്ത, അതുപോലെ തന്നെ ഒരു നടുമുറ്റം, പിന്നെ ആവശ്യത്തിനുള്ള എയർ സർക്കുലേഷൻ, വെളിച്ചം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു നില ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ നടുമുറ്റവും വരാന്ത ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുഭവം പറഞ്ഞു ഓക്കെ നമുക്കത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം എന്നൊരു അഭിപ്രായം പറയുകയും ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്തു. സിംഗിൾ ഫ്ലോർ കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു നടുമുറ്റമൊക്കെ കൊടുത്ത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്റ്റ് ഒരു എൻട്രി ഇല്ലാതെ ഒരു ഫോയർ ഏരിയ, ഫോയറിൻ്റെ റൈറ്റ് സൈഡിൽ ഡ്രോയിങ് റൂം കിടക്കുന്നു. എന്നാൽ ഈ ഡ്രോയിങ് റൂമിൽ എത്തിപ്പെടാനും സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാമിലി ലിവിങ്, ഡൈനിങ് സ്പേസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഒത്ത നടുക്കായിട്ട് ഈ സെൻട്രൽ കോർട്ട്യാർഡ് ഇവിടെ നിലനിൽക്കുകയും വേണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്നൊരു പർഗോള കൊടുത്ത് നാച്ചുറൽ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 ബെഡ്റൂമോട് കൂടി വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ചെയ്തിരുന്നത്. ഒരു പറഞ്ഞ കണക്ക് എൻ്റെ ബാഗിൽ കണ്ട കണക്ക് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് എലിവേഷനിൽ കാണുന്ന സ്ലോപ്ഡ് ഏരിയയുടെ ഇൻസൈഡിൽ നമ്മളൊരു ആറ്റിക് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ മൾട്ടി പർപ്പസ് പോലെ തന്നെ നമുക്കൊരു ലൈബ്രറി ഏരിയ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഏരിയ പോലൊക്കെ യൂസ് ചെയ്യാവുന്ന രീതി കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയൽ കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ഇൻറ്റീരിയലിൻ്റെ വാർഡ്രോബ്സ്, കിച്ചൺ അങ്ങനെയുള്ളത് ചെയ്തിരിക്കുന്നത്. പിന്നെ പാസേജ് ഏരിയകളിൽ ചില ഏരിയകളിൽ നമ്മൾ വുഡിൻ്റെ
ഓരോ ചെറിയ പ്ലാങ്ക് പീസ് കൊടുത്തിട്ടാണ് ആ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അത് പാസേജ് ഏരിയ, ചില കോമൺ ഏരിയകളിൽ നിന്ന് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഔട്ട്സൈഡ് ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റിലാക്സ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെ ഒരു കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇരിക്കാം. ഔട്ട്സൈഡിൽ എന്ന പോലെ തന്നെ അത് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ടേബിളുമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട്. ആഗ്രഹിച്ച രീതിയിൽ ഒരു വീട് ഞങ്ങൾക്ക് വയ്ക്കുവാൻ സാധിച്ചു. അതിൽ പ്രധാനമായും നമുക്ക് ഹെൽപ്ഫുള്ളായിരുന്നത് നമ്മുടെ അനൂപും പ്ലാനറ്റ് ആർക്കിടെക്ചറും. അതായത് ഞങ്ങൾ പ്രവാസികളാണ്, അപ്പോൾ ഞങ്ങളുടെ ഏത് ഡൗട്ടും വേണ്ട സമയത്ത് ക്ലിയർ ചെയ്ത് തരാൻ അവരെപ്പോഴും റെഡിയായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് എന്ത് ഡൗട്ട് ചോദിച്ചാലും അല്ല അന്നേരം പറ്റിയില്ലെങ്കിൽ ഈവൻ അവരുടെ ഓഫീസിൽ നിന്നായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ആൾക്കാർ വന്നു കണ്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അനു പറയുമായിരുന്നു ഭംഗിയായിട്ട് വരും, അത് ഓക്കെ ആണെന്ന് പറയുമായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും അത് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. നമ്മൾ തോന്നിയിരുന്ന ഇതൊന്നും പിന്നീട് തോന്നിയില്ല, നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രീം ഹോം ഞങ്ങൾ ഉദ്ദേശിച്ചാലും ഭംഗിയായി തന്നെ പ്ലാനറ്റും അതിൻ്റെ ക്രൂ മെമ്പേഴ്സും അതിമനോഹരമായി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.